പിക്ടോ ബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നു. പിക്ടോ ബ്ലോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ബ്ലോക്ക് കോഡിംഗ് സെലക്ട് ചെയ്യുക. ഇനി ഈ ഒരു ആർഡിനോയെ പിക്ടോ ബ്ലോക്സുമായി കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ബോർഡിൽ ക്ലിക്ക് ചെയ്യുന്നു, ആർഡിനോ യൂനോ സെലക്ട് ചെയ്യുന്നു, കണക്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയുള്ള അപ്ലോഡ് മോഡിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നിന്നും വെൻ ആർഡിനോ യൂനോ സ്റ്റാർട്ട്സ് അപ്പ് എന്ന കോഡ് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി കൺട്രോൾ മെനുവിൽ നിന്നും ഫോർഎവർ പ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈഫ് ദെൻ എൽസ് എന്നതാണ്. അത് സെലക്ട് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്ക് റീഡ് ചെയ്യണം. അതിനുവേണ്ടി ആർഡിനോ യൂനോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി ഓപ്പറേറ്റർ മെനുവിൽ പോയിക്കൊണ്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ 50യും സെലക്ട് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഇവിടെയുള്ള റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ എന്നത് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഡിജിറ്റൽ പിൻ 8 ആണ്. ഞങ്ങൾ 8ലാണ് ആർഡിനോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുക്കൂ. ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു കോഡിനെ ഈഫിൻ്റെ ബോക്സിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ആർഡിനോയുടെ ഡിജിറ്റൽ പിൻ 8 റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാണിക്കേണ്ട കമാൻഡ് ഇവിടെ നിന്നും ആക്ച്വേറ്ററിൽ നിന്നും സെറ്റ് സെർവോ എന്ന കമാൻഡ് ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ സെർവോ നമ്മൾ കൊടുത്തിരിക്കുന്നത് 9 ആണ്. അതുകൊണ്ട് ഇവിടെ നിന്നും 9 സെലക്ട് ചെയ്യുന്നു. ഏത് ആംഗിളിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് 0 ആംഗിൾ എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഒരു കോഡിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അതേ കോഡ് എൽസ് ബോക്സിലും പ്ലേസ് ചെയ്യുക. 0ക്ക് പകരം 90 ആംഗിളിലേക്ക് നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഡിസ്പെൻസർ ചേഞ്ച് ചെയ്യണം. ഇത്രയും കോഡ് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് കോഡ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സെൻസറിൽ കൈവെക്കുന്ന സമയത്ത് ഈ ഒരു മോട്ടോർ 90 ഡിഗ്രിയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്ന കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കൈ എടുക്കുന്നതിനനുസരിച്ച് ഡിസ്പെൻസറിൻ്റെ ഓപ്പണും ക്ലോസും. ഇതാണ് ഈ ഒരു റോബോട്ടിക്സ് ലെസണിലുള്ള സാനിറ്റൈസർ ഡിസ്പെൻസർ എന്ന പ്രോഗ്രാം. ഈ ഒരു സെൻസർ നമ്മൾ കൈവെക്കുന്ന സമയത്ത് ലൈറ്റ് ഓണും ഓഫ് ആവുന്നത് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ മോട്ടർ പ്രവർത്തിക്കുന്നുണ്ട്. Okay.